ഇന്ന് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകളിൽ കണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഗ്യാസ് ട്രബിൾ ആയിരിക്കും, ചിലപ്പം ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും, മറ്റുള്ള നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി ഇത്തരം ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ള ആളുകളോട് പ്രോബയോട്ടിക് ആഹാരങ്ങൾ കഴിക്കണം, അതടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ളൂ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഇത്തരം പ്രോബയോട്ടിക്സും അതേപോലെ തന്നെ ഗട്ട് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. നമ്മളെ ഗട്ട് എന്ന് പറയുമ്പം ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഫംഗസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ ഇംബാലൻസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻസിൽ ഓവർ ഗ്രോത്ത് ഒക്കെ കാണിക്കുമ്പോഴാണ് അതൊരു കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ലൈക് സിബോ പോലത്തെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. നമ്മളെ ചെറുകുടലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൻ്റെ അമിതമായിട്ടുള്ള വളർച്ചയാണ് പല രീതിയിലുള്ള ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കാണിക്കുന്നത്. സിബോൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ് വീർക്കുക. കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് വീർത്ത് വരിക, ഏമ്പക്കായിട്ടും പുളിച്ച് തകട്ടി വരുന്നത് നെഞ്ചരിച്ചിലായിട്ടും കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ മലം കട്ടിയായിട്ട് പോവുക, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മലം ചിലപ്പോൾ ലൂസായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ, മലം പോകുന്ന സമയത്ത് അടിവയറ്റുന്നൊരു വേദന അനുഭവപ്പെടാം, ചിലപ്പം മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ സ്കിന്നിലെ എക്സിമ, ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് രൂപപ്പെടാം. ദെൻ ടങ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വായ്ക്കകത്തൊക്കെ ജസ്റ്റ് ഒരു വൈറ്റ് പാച്ചസ് പോലെ കാണാവുന്നതാണ്. ദെൻ ടങ്ങിൻ്റെ സർഫസ് കംപ്ലീറ്റ് ആയിട്ടൊരു പിഗ്മെൻറ്റേഷൻസ് പോലെ രൂപപ്പെടാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ ഉണ്ടാവാം. ഡ്രൈ സ്കാൽപ്പൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സിബോ കണ്ടീഷൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബവൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതും ഈ പറഞ്ഞിട്ടുള്ള സിബോൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് മീൻസ് നമ്മുടെ ഗട്ടിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള നല്ല ബാക്ടീരിയാസിനെ ഇട്ട് കൊടുക്കുക. അതിൽ തൈര്, മോര്, പഴങ്കഞ്ഞി, അച്ചാർ, യോഗേർട്ട്, ഇതൊക്കെ അത്യാവശ്യം പ്രോബയോട്ടിക്സ് റിച്ചാണ്. സോർക്രോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാബേജ് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ നമ്മളെ ദഹനത്തിന് സഹായിക്കുന്നതാണ്. ഒരു തരം ടൈപ്പ് ഫെർമെൻറ്റേഷൻസ് നമ്മളെ ഗട്ടിൽ നടക്കുന്ന, അതായത് ബാക്ടീരിയാസിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക്സ് വളരണമെങ്കിൽ പ്രീബയോട്ടിക്സ് അത്യാവശ്യമാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് ചെറുപയർ, ധാന്യങ്ങൾ, ഇതിലൊക്കെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും സപ്ലൈ ചെയ്താലേ ഉള്ളൂ നമ്മളെ ഗട്ടിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല കണ്ടീഷൻസും ലൈക്ക് സിബോ പോലത്തെ കണ്ടീഷൻസും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഹെൽത്തി ഫാറ്റ്സ് മീൻസ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അത്യാവശ്യം കഴിക്കാവുന്നതാണ്. അതിൽ ഒലിവ് ഓയിൽ, ദെൻ കോക്കനട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, സൺഫ്ലവർ സീഡ്സ്, ഇതിലൊക്കെ അത്യാവശ്യം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അത്യാവശ്യം പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യാനും വെയിറ്റ് ഗെയിനും ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ മധുര പലഹാരങ്ങൾ ഇതിൻ്റെ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഒരു ഫെർട്ടിലൈസർ ആയിട്ടാണ് ഷുഗർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത്യാവശ്യം ഇലക്കറികൾ കഴിക്കുക. ചീര, മുരിങ്ങയില, തഴുതാമ, ഇതൊക്കെ അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഗട്ടിൻ്റെ ബബൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അളവ് കുറയ്ക്കുക. ചിലപ്പം ഗ്യാസ്ട്രിക് അൾസർ ഉള്ള ആളുകൾക്കൊക്കെ അത് ട്രിഗർ ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസീസ് ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബബൽ മൂവ്മെൻറ്റ്സിൻ്റെ ഈ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചെറു മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. മത്തി, അയല, നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്സ് നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കും. ജോയിൻസിൽ ഉണ്ടാകുന്ന പെയിൻ, സ്റ്റിഫ്നെസ്, ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ഷുഗർ കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, റൈസൊക്കെ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അതും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ ട്രിഗർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം സാലഡ്സ് ഉൾപ്പെടുത്തുക. കുക്കുംബർ, ദെൻ ടൊമാറ്റോ, ഒനിയൻ,
ദെൻ ക്യാരറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറിൻ്റെ ആ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗേർട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോർമൽ ഗ്രീക്ക് യോഗേർട്ടൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഈ പ്രോബയോട്ടിക്സ് നമ്മൾ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാലും അതും നമ്മളെ ബാക്ടീരിയൽ ഫ്ലോറേനെ ഡിസ്റ്റർബ് ആക്കും. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ്. ഒരു തുല്യമായ അളവിൽ മാത്രമേ ഈ പ്രോബയോട്ടിക്സ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അത് കണ്ടീഷൻസ് നോക്കിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില കേസസിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്സ് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബബൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ, ഗ്യാസ്ട്രിക് ട്രബിൾ, ദെൻ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അണ്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടീഷൻസ് ആണോ, ഗേർഡ് പോലത്തെ കണ്ടീഷൻസ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിവിയർ ആയിട്ടുള്ള അൾസർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എരിവ്, പുളി, മധുരം അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണമൊക്കെ നന്നായിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുക. കിണറിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നതൊക്കെ ശീലങ്ങളുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. കാരണം അൾസറൊക്കെ വരുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയാസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് പരമാവധി കുറച്ചെടുക്കുക. അതായത് കുടിക്കുവാണെങ്കിൽ തന്നെ ചൂടാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇലക്കറികൾ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ തൊലി കളയാതെ തന്നെ കഴിക്കുക. അതേപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ബദാം, കാഷ്യൂ, വാൽനട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. സീഡ്സ് എന്ന് പറയുമ്പോൾ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അതൊക്കെ നമ്മൾ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ, എസ്പെഷ്യലി കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴം കഴിക്കാം. നല്ല രീതിയിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കാവുന്നതാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. സ്വീറ്റ് പൊട്ടാറ്റോ കുറച്ച് എള്ളും അതേപോലെ തന്നെ പെപ്പറും അതേപോലെ കുറച്ച് മഞ്ഞളും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി കഴിക്കുകയാണെങ്കിൽ ബബൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ അത്യാവശ്യം വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 3 ലിറ്ററെങ്കിലും മിനിമം നമ്മൾ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, എസ്പെഷ്യലി പ്രോബയോട്ടിക്സ് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിൻ കംപ്ലയിൻറ്റ്സ്, ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.